അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ ഈ മുട്ടായിയൊക്കെ മേടിച്ചിട്ട് ഇതേപോലെ കളയുന്ന ടിന്നുണ്ടല്ലോ, നാങ്കട്ട, അതൊക്കെ ഇതേപോലെ ടിന്നുകളിൽ വരുന്ന സാധനമാണ്. അപ്പോഴത്തേനും നമ്മളിത് സാധനം കളയും. അപ്പോൾ ഈ ടിന്ന് നമ്മൾ ഇതേപോലെ ബാക്കിൽ ഒരു പപ്പടക്കമ്പി വെച്ച് നല്ലോണം ഇത് ഹോളിട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ ടിന്ന് വേണേലും എടുക്കാം. അപ്പം അത് ഹോൾട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ മീനൊക്കെ കണ്ടിച്ച് കൊടുക്കുമ്പോഴത്തേനും അതിൻ്റെ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടി എടുക്കുക. അപ്പോൾ സിങ്കിനകത്തോട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മിക്കവർക്കും ഇതേപോലെ മീനിൻ്റെ വെള്ളം ഒഴിക്കാനൊന്നും സ്ഥലം കാണത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ഉപകാരമായിരിക്കും. കാരണം സിങ്കിനകത്ത് ഇത് വെച്ചിട്ട് നമുക്ക് മീനിൻ്റെ വേസ്റ്റുകൾ ഫുൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അതിൻ്റെ വെള്ളം അങ്ങ് സിങ്കിലോട്ട് പോയിക്കോളും. അപ്പോൾ നമ്മൾ മീനിൻ്റെ ചെതമ്പല ഉളുമ്പ എല്ലാം അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം സിങ്കിനകത്ത് കയറി അടയത്തുമില്ല. അപ്പോൾ ഇതേപോലെ ഏത് മീൻ കണ്ടിച്ചാലും നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. കഴുകി അതിനകത്ത് തന്നെ ഒഴിച്ചു കൊടുക്കുമ്പം സിങ്കിനകത്തോട്ട് അതിൻ്റെ വെള്ളം പോവുകയും ചെയ്യും. നമുക്ക് ഈ വേസ്റ്റ് പൂച്ചയ്ക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പം വീട്ടിൽ തന്നെ ഉണക്കിയെടുക്കുമ്പോഴത്തേന് നല്ല ഫ്രഷായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പം ഞാൻ ഇതേപോലെ കൊട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പൊക്കെ സവാള ഉള്ളിയൊക്കെ ഇടുന്ന കൊട്ടയില്ലേ, അപ്പോൾ അത് പഴകിയതിന് ശേഷം ഇതേപോലെ നമുക്ക് മീൻ ഉണക്കാനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ 2 കൊട്ട അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ 2 കൊട്ടയും ഇതേപോലെ നമുക്ക് 2 വശത്ത് വള്ളിയിട്ട് കൊടുക്കാം. 2 വശത്തോ നടുക്കോ വള്ളി ഇങ്ങനെ കെട്ടിയിട്ട് കൊടുത്താൽ മതി. അത് ഏത് വള്ളിയാണെങ്കിലും കുഴപ്പമില്ല. റോപ്പാണെങ്കിലും അതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിയാണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് കെട്ടിക്കൊടുക്കാം. ഒരുപാട് ഹോളുള്ളതുണ്ടെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമുക്ക് കൊളുത്തിയുടെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഇതേപോലെ കൊണ്ടുപോയി കൊളുത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി എന്നിട്ട് നമ്മൾ മീൻ കണ്ടിച്ച് വൃത്തിയാക്കി അതിനകത്തിട്ട് ഉണക്കാം. അപ്പോൾ എന്തുമാത്രം മീനുണ്ടോ അതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഒരു കൊട്ടയിൽ കൊള്ളുന്ന മീനുള്ളതായതുകൊണ്ട് ഒന്നേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഏത് വലയാണോ ഉള്ളത്, പിന്നെ കിണറിന് നമ്മൾ വിരിക്കുന്ന വലയുണ്ടല്ലോ ചവറൊക്കെ വീഴാതിരിക്കാൻ, ആ വലയാണേലും മതി, കൊതുകിൻ്റെ വലയാണേലും മതി. അതെല്ലാം നമ്മുടെ കയ്യിൽ നെറ്റിൻ്റെ ഷാളൊക്കെ ഉണ്ടെങ്കിൽ അതാണേലും മതി. ഇപ്പോൾ പൂച്ചയും കാക്കയും ഒന്നും പേടിക്കാതെ തന്നെ നമുക്ക് അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കാം. ഈ കൊട്ടയുടെ പുറത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. എങ്ങനെ വേണമെങ്കിലും കൊളുത്തി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്ക് വെയിൽ തീരുന്നവരെ നമുക്ക് ഒന്നിനെയും പേടിക്കേണ്ട. അവിടെ കിടന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. നല്ല ഫ്രഷായ കരുവാട് കഴിക്കുകയും ചെയ്യാം. അപ്പം ഇതേപോലെ നിങ്ങളുടെ കയ്യിലും കൊട്ടയുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കുക. നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതിനേക്കാളൊക്കെ നല്ല ഫ്രഷായ കരുവാട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഏത് മീനാണേലും ഇതേപോലെ ഉണക്കാം. നമുക്ക് മേടിച്ച് പൊരിക്കുമ്പോഴത്തേന് ഭയങ്കര സ്മെല്ലല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേടാകാതെ ഇരിക്കുകയും ചെയ്യും. നോക്കിയതിന് ശേഷം നമുക്ക് കവറ് ഇത് രണ്ടും കഴുകി വൃത്തിയാക്കി അതിനകത്തിട്ട് കെട്ടി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഏത് ചേട്ട വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ കെട്ടിക്കൊടുക്കുകയും ചെയ്യാം. ഇപ്പം ഞാൻ തൂക്കിക്കൊണ്ടിടുന്ന കാണിച്ചു തരാം. ഉണ്ടോ? അപ്പോൾ നമ്മൾ ഏത് ഭാഗത്തെങ്കിലും ഇതേപോലെ ഒരു കമ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് തൂക്കിയിടാം. അതല്ല എങ്കിൽ നമുക്ക് തുണിയിടുന്ന ആശയിൽ നല്ല വെയിലുള്ള ഭാഗത്ത് കെട്ടി തൂക്കിയിടാം. അഴിഞ്ഞു പോകാത്ത രീതിയിൽ കെട്ടി തൂക്കിയിടാം. അപ്പോൾ വൈകുന്നേരം വരെ അവിടെ കിടന്നാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.